ഹലോ ഡിയേഴ്സ്, അപ്പോൾ ഈ ഒരു സ്ലീവ് ഡിസൈനാണ് ഇന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസാണ് വേണ്ടത്. ഇപ്പോൾ നമുക്ക് സ്ലീവിൽ ഒരു ബോർഡർ കൊടുക്കാം. ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗോൾഡൻ കളറിലുള്ള സെറി ത്രെഡാണ് ഉപയോഗിക്കുന്നത്. ബീഡ്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മിഷ്യൻ ത്രെഡും. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ബോർഡർ കൊടുക്കാം. ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നോർമൽ നീഡിൽ വെച്ചിട്ടല്ല ഞാനിവിടെ ചെയ്യുന്നത്, ആരി നീഡിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നോർമൽ നീഡിൽ എങ്ങനെ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ഞാൻ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഈ ബോർഡർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ സ്റ്റെമ്മ് ചെയ്ത് കൊടുക്കാം. ഇനി നോർമൽ നീഡിൽ വെച്ചിട്ടാണ് ബാക്കിയെല്ലാം ചെയ്യുന്നത്. അപ്പോൾ സ്റ്റെമ്മ് ചെയ്യാൻ ഞാൻ ഇവിടെ 2 ബീഡാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ 2 ബീഡ് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് ബാക്ക് സ്റ്റിച്ച് വേണം ചെയ്ത് കൊടുക്കാൻ. ബാക്ക് സ്റ്റിച്ച് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് ഇളകി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ബാക്ക് സ്റ്റിച്ചായിട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഫുള്ളും ഇങ്ങനെ ബാക്കി എല്ലാ സ്റ്റെമ്മും ഇങ്ങനെ ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഈ ഒരു ഡിസൈൻ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസും സൈസും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റെമ്മെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് ലീഫ് ചെയ്ത് കൊടുക്കാം. ലീഫ് ചെയ്യാനായിട്ട് റെഡ് കളറിലുള്ള കട്ട് ബീഡാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ 3 ലെയറായിട്ടാണ് ലീഫ് ചെയ്ത് കൊടുക്കുന്നത്. ഫസ്റ്റ് ലെയർ ചെയ്യുമ്പോൾ 3 കട്ട് ബീഡ് എടുത്തിട്ട് ചരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. രണ്ടാമത്തെ ലെയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്തതിൻ്റെ കുറച്ച് മുകളിലായിട്ട് വേണം രണ്ടാമത്തെ ലെയർ ചെയ്യാൻ. മൂന്നാമത്തെ ലെയർ ചെയ്യുന്നതും അതുപോലെ തന്നെയാണ്, രണ്ടാമത് ചെയ്തതിൻ്റെ കുറച്ച് മുകളിലായിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതുപോലെ ഇങ്ങനെ ചരിച്ച് തന്നെ ചെയ്ത് കൊടുക്കണം, എങ്കിലേ ഒരു ലീഫിൻ്റെ ഷേപ്പ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ എല്ലാ ലീഫും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലോക്കിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണം. ലീഫെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ചെറിയൊരു ഫ്ലവർ പോലെ ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ ഫ്ലവർ ചെയ്യാനായിട്ട് ഇവിടെ റൈസ് ബീഡും സീക്വൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു റൈസ് ബീഡും ഒരു സീക്വൻസും വെച്ചിട്ട് 3 ലെയറായിട്ട് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് 2 ലെയറായിട്ട് 2 സൈഡിലായിട്ട് ചെയ്ത് കൊടുത്തിട്ട് ലാസ്റ്റ് മൂന്നാമത്തെ ലെയർ സെൻറ്ററിലായിട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൽ കാണുന്നത് പോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് കാണുമ്പോൾ മനസ്സിലാവും. ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി 3 ലെയറായിട്ട്. അപ്പോൾ ഇത് കൂടുതൽ ലെയർ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ 3 ചെയ്യുന്നുള്ളൂ. ഇനി ഇതിൽ കാണുന്ന റൈസ് ബീഡിന് പകരം ഡ്രോപ്പ് ബീഡ് വേണമെങ്കിൽ എടുക്കാമേ ഫ്ലവർ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഫ്ലവർ എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ ലീഫിന് ഒരു ചെറിയൊരു ഔട്ട്ലൈൻ കൊടുക്കാം. അപ്പോൾ ഔട്ട്ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയിൻ സ്റ്റിച്ച് തന്നെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. നോർമൽ നീഡിലും ഇതുപോലെ ചെയ്ത് കൊടുക്കാമേ. ഞാനിവിടെ ഈ നീഡിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ലീഫിന് ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം ഈ സ്റ്റെമ്മിൻ്റെ ഓരോ സൈഡിലായിട്ട് 3 കട്ട് ബീഡും ഒരു റൗണ്ട് ബീഡും വെച്ചിട്ട് ഇങ്ങനെ ചരിച്ച് ഇങ്ങനെ ഇതിൽ കാണുന്ന പോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓരോ ലീഫിൻ്റെയും ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇങ്ങനെ ചരിച്ചിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ സ്റ്റെമ്മിലും ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഈ ഒരു കുർത്തിയുടെ നെക്ക് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഇതേപോലൊക്കെ തന്നെയാണ് ഡിസൈൻ വരുന്നത്. അപ്പോൾ സ്ലീവിൻ്റെ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് വരുന്നത്.